KSRTC പേരുകളുടെ റഫറണ്ടത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം. പറഞ്ഞോ ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ടീസ് അടിച്ച് ജീവനക്കാരെ കൈകൊടെ അവര് വായിച്ചു നോക്കട്ടെ ഇഷ്ടമുള്ള വോട്ട് ചെയ്യട്ടെ. അതിന് ഈ തോരണമെല്ലാം വലിച്ചു കെട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയാൻ. അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആദ്യമേ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ മാന്യമായി ചെയ്യുക എന്ന സ്നേഹത്തോടെ പറയാം. നമ്മൾ ഈ വണ്ടിക്കകത്ത് ഡസ്റ്റ്ബിൻ വയ്ക്കുന്നു, എല്ലാ ബസ് സ്റ്റേഷനിലും ആവശ്യമുള്ളതുപോലെ നിറച്ച് ഡസ്റ്റ്ബിൻ വയ്ക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് അത് ഒറ്റ നശിപ്പിക്കാൻ പാടില്ല. ഉള്ള പോസ്റ്ററെല്ലാം ഒട്ടിച്ചു, ഉള്ള പാലമെല്ലാം വലിച്ചു കെട്ടി. തിരുവനന്തപുരത്ത് തമ്പാനി ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ കാണുന്നവർക്ക് ഭ്രാന്തായി. ആ നിലയിലാണ് മത്സരം. ഇത് തെരഞ്ഞെടുപ്പൊന്നുമല്ലോ. റഫറൻഡറിൽ വോട്ട് ചെയ്യേണ്ടത് യാത്രക്കാരനായി വരുന്ന നസീം ആശാദനാണോ, പഞ്ചായത്ത് പ്രസിഡന്റ് തുളസിയോ ആണോ? അല്ല, യാത്രക്കാരാരാ? സാധാരണക്കാരാ. അവരെ വോട്ടുണ്ടോ റഫറൻഡത്തിൽ? ഇല്ല. അവരുടെ വോട്ട് റഫറൻഡത്തിൽ ആർക്കുമില്ല. ജനങ്ങളുടെ വോട്ടെങ്കിൽ തെരഞ്ഞെടുപ്പിലാണ്. രാഷ്ട്രീയ അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല, റഫറൻഡത്തിൽ നാട്ടുകാർക്ക് വോട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഇത് അഴിച്ചു മാറ്റണം എന്ന് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. അഴിച്ചു മാറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളെ MD ഓഫീസിൽ സമരം ചെയ്ത് എന്തുകൊണ്ട് ചെയ്തു കോടതിയെ അറിയിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചാൽ അവിടെ നിന്നായിരിക്കും ഫൈൻ വരുന്നത്. ആ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.